നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ 9ാം ക്ലാസ് മാത്സ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെ? ആൻസർ, നമുക്ക് സംഖ്യകൾ എക്സും വൈയും ആയിട്ട് എടുക്കാം. സമം എക്സ് കോമ വൈ. ഇനി രണ്ട് സംഖ്യകളുടെ തുക, അപ്പോൾ എക്സ് പ്ലസ് വൈ എത്ര? 26. ഇനി സംഖ്യകളുടെ വ്യത്യാസം എക്സ് മൈനസ് വൈ 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. ഇനി വൈ മൈനസ് വൈ, വൈയിൽ നിന്ന് വൈ കുറച്ചു, ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ തന്നെ കുറച്ചു. വൈ മൈനസ് വൈ എത്രയായിരിക്കും? 3 നിന്ന് 3 കുറച്ചു, എത്രയാണ്? 0. 4 നിന്ന് 4 കുറച്ചു, വൈയുടെ വില ഏത് തന്നെയായിരുന്നാലും 0. അപ്പോൾ വൈയിൽ നിന്ന് വൈ കുറച്ചാൽ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. പ്ലസ് 0 എന്നിടാം. സമം 26 4 കൂട്ടിക്കഴിഞ്ഞാൽ 30. നമ്മൾ ഏകദേശം ആൻസറിലോട്ട് അടുത്തു. 2x സമം 30. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് എത്രയായിരിക്കും? 30ൻ്റെ നേരെ പകുതി, 30/2 അല്ലേ? സമം 30ൻ്റെ പകുതി എത്രയാണ്? 15. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 15 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈയുടെ വില എത്രയാണ്? എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. എക്സിൻ്റെ വില നമുക്ക് 15 എന്നറിയാം. 15 പ്ലസ് വൈ സമം 26. അതായത് വൈയുടെ കൂടെ 15 കൂടെ കൂട്ടിയാൽ 26. അപ്പോൾ വൈയുടെ കൂടെ 15 കൂട്ടിയില്ലായിരുന്നെങ്കിലോ? വൈയുടെ കൂടെ 15 കൂട്ടിയില്ലായിരുന്നെങ്കിൽ 26-നേക്കാട്ടിയും 15 കുറവായതിനെ. 26 മൈനസ് 15. 26 15 കുറച്ചാൽ എത്രയാണ്? 11. 26 മൈനസ് 15. 6 5 കുറച്ചാൽ 1. 2 1 കുറച്ചാൽ 1. 11. വൈയുടെ വില 11. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? എക്സ് സമം 15ഉം വൈ സമം 11 അല്ലേ? 15ഉം 11ഉമാണ് സംഖ്യകൾ. ഇത് വേറൊരു രീതിക്കും ചെയ്യാം. ഓർ എന്തായാലും വേറൊരു രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കളയല്ലേ മഷിയുടെ. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ടൊന്നുകൂടെ പോവാം. ഒരു സംഖ്യയുടെ രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ് അല്ലേ? തുക 26ഉം വ്യത്യാസം 4ഉമാണ്. അപ്പോൾ നമുക്ക് തുക അതുപോലെ നിൽക്കട്ടെ, സംഖ്യകളെ നമുക്ക് ഇങ്ങനെയായിട്ട് എടുക്കാം. സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് എന്ന് 4 കൂടുതലായിരിക്കും അല്ലേ? ആ രീതിക്ക് ചിന്തിക്കാം. എക്സ് പ്ലസ് 4. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക എങ്ങനെ നമുക്കെടുക്കാം? തുക എന്ന് പറയുമ്പോൾ എക്സും പ്ലസ് എക്സ് പ്ലസ് 4 സമം എത്ര? 26. അപ്പോൾ എത്ര എക്സ് കൂട്ടി? 2x. 2x പ്ലസ് 4 സമം 26. 2xനോട് കൂടി 4 കൂട്ടിയപ്പോൾ 26. ഈ 4 നമ്മളിവിടെ കൂട്ടിയില്ലായിരുന്നെങ്കിലോ? അപ്പോൾ 2x സമം 26 മൈനസ് 4. 26-നേക്കാട്ടി 4 കുറവായിരുന്നേ. അപ്പോൾ എത്രയാണ്? 22. 2x 22 ആണെങ്കിൽ
2x 22, 2x സമം 22. അപ്പോൾ ഒരു എക്സ് എത്രയായിരിക്കും? എക്സ് സമം 22ൻ്റെ നേരെ പകുതി അല്ലേ? 22ൻ്റെ പകുതി എത്രയാ? 11. എക്സിൻ്റെ വില 11 എന്ന് കിട്ടി. അപ്പോൾ വൈയുടെ വില എത്രയായിരിക്കും? എക്സിൻ്റെ വില 11, എക്സ് സമം 11. അപ്പോൾ വൈയുടെ വില എത്രയായിരിക്കും? നമുക്കറിയാം, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരുന്നു? ഒരു 4ൻ്റെ വ്യത്യാസമുള്ളത്. ഒന്ന് എക്സ് ആണെങ്കിൽ ഒന്ന് എക്സ് പ്ലസ് 4 ആയിരുന്നു. അപ്പോൾ 11 പ്ലസ് 4 എത്ര? 15. സോ സംഖ്യകൾ സമം 11,15. നേരത്തെ കിട്ടിയ ഉത്തരം തന്നെ കിട്ടി, പക്ഷേ 2 വഴികളിലൂടെയാണ് നമുക്ക് കിട്ടിയെന്നേ ഉള്ളൂ. ഓക്കെ.